രാഹുലേട്ട, കഴിഞ്ഞ ദിവസമായിരുന്നു കുഞ്ഞികൃഷ്ണൻ, അതായത് CPM-നെ മുൾമുനയിൽ നിർത്തിയ കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങ് നടത്തുന്നത്. അതിൽ വലിയൊരു ജനാവലി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ജനാവലി യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള തിരിച്ചടിയാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? അല്ല, എനിക്ക് ഇന്നലത്തെ ആ ജനാവലി കണ്ടപ്പോൾ എനിക്കൊരു ഉൾഭയം തോന്നിയെന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഡയറക്റ്റ് യുദ്ധം പ്രഖ്യാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവര് എപ്പോഴും മൂല്യബോധങ്ങൾക്കാണ് അവര് മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷേ പാർട്ടി എന്താണ്, അധികാരത്തിന് വേണ്ടിയിട്ട് ഈ മൂല്യബോധം പറയുന്ന ആളുകളെ അടിച്ചവിടിയിരുത്തും. അതാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരിക്കലും TP ചന്ദ്രശേഖരനെ മറക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി എപ്പോഴും പറയുമ്പോൾ എന്തിനാണ് TPയുടെ പേര് പറയുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിൽ മൂല്യബോധം പറഞ്ഞിരുന്ന ഒരാളായിരുന്നു. 2008 അദ്ദേഹം പാർട്ടിക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം RMB എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകുന്നു. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ആ മൂല്യങ്ങൾ ഉറച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിനോടൊപ്പം ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേർന്ന ഒരു കൂട്ടം ആളുകൾ ഇദ്ദേഹത്തിനോടൊപ്പം പോകുമ്പോൾ പാർട്ടി ഭയന്നു. എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിൽ ആളുകൾ ആ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വെല്ലുവിളി ആകുമെന്ന് ഓർത്തുകൊണ്ട് 2010 അദ്ദേഹത്തിന്റെ 51 വെട്ടുവെട്ടി കൊല്ലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ഓഞ്ചിയം എന്ന് പറയുന്ന പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈവിട്ടു പോകുന്ന ഇല്ലാതായിപ്പോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇല്ലാതായിപ്പോയി. അത് RMB ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോ പിന്നീട് വടകരയാണെങ്കിലും ഇപ്പോൾ TP ചന്ദ്രശേഖരന്റെ ഭാര്യ MLA ആണ് KK രമ. അപ്പോ അത്തരത്തിൽ ആ പാർട്ടി ഗ്രാമത്തെ ഒന്നടങ്കം മാറ്റാൻ അത്തരത്തിലുള്ള വിപ്ലവം കൊണ്ട് സാധിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്താണ് ചെയ്തത്? പാർട്ടിക്കെതിരെ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്, പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ നേതാക്കളെ അണികൾ തിരുത്തണമെന്നാണ്. അപ്പോ ആ ജനാവലിയിലേക്ക് വന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ ഒന്നുമല്ല. അതിലേക്ക് കൂടുതലും ഒഴുകി വന്നിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് കമ്മ്യൂണിസത്തിൽ നിന്ന്, അതായത് ഇന്നത്തെ അടിച്ചമർത്തുന്ന പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന് അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരുപാട് പേർ. കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞികൃഷ്ണനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 12ഓളം ആളുകൾ വന്ന് പ്രകടനം നടത്തിയെന്നുള്ളത്, അതായത് വീടിന് മുൻപിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയെന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് പടക്കം പൊട്ടിക്കുന്നത് ഇതിന് പിന്നോട്ട് പോയില്ലെങ്കിൽ നാളെ ബോംബ് പൊട്ടിക്കുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയത്തിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു സൂചനയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഏരിയയിൽ 1000-ന് മുകളിൽ കമ്മ്യൂണിസ്റ്റുകാരുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്. അവിടെ വെറും 12 പേർ മാത്രമാണ് അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ വന്ന് പ്രകടനം നടത്തിയത്. അപ്പോൾ ബാക്കിയുള്ള എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ല, ഇതിനകത്ത് തന്നെ പാർട്ടി വലിയ രീതിയിൽ അദ്ദേഹത്തിന് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യാതിരിക്കാൻ വേണ്ടി വലിയ സ്ട്രാറ്റജികൾ പാർട്ടി രൂപീകരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇന്നത്തെ ഈ പരിപാടി നടക്കത്തില്ല, അവിടെ നടക്കത്തില്ല എന്ന് കൂടുതൽ ആളുകളിലേക്ക് അറിയിച്ചു. അങ്ങനെ ഈ പരിപാടി പൊളിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അത് മാത്രമല്ല, ഇപ്പോൾ പയ്യന്നൂർ എന്ന് പറയുന്ന പാർട്ടി ഗ്രാമത്തിൽ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടേക്ക് ഒഴുകി വന്നിട്ടുള്ള ജനങ്ങൾ അവിടേക്ക് വരണമെങ്കിൽ, എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഒരു ബൈറ്റ് എടുക്കുന്നതിനിടയ്ക്ക് ഒരു ചേച്ചിയുടെ അടുത്ത് പോയിട്ട്, ചേച്ചി എന്താണ് ഈ പരിപാടിക്ക് വന്നതെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞികൃഷ്ണ ചേട്ടൻ്റെ പരിപാടിക്ക് ആയതുകൊണ്ടാണ് വന്നത്, കുഞ്ഞികൃഷ്ണൻ ചേട്ടനാണ് ശരി. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ NGOയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറാണ്. അപ്പോൾ ഭയമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഭയമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കുടിക്കുന്ന വെള്ളത്തിൽ മാലിന്യമിടും, നാളെ ജനലിന് ചില്ല് കാണത്തില്ല, വാതിൽ കാണത്തില്ല, വീടുണ്ടോ എന്നൊന്നും കാണത്തില്ല, പക്ഷെ ഞാൻ അതിലൊന്നും ഭയപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറയുന്ന ആളുകളുടെ വികാരങ്ങൾ. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടനെഞ്ചോട് ചേർക്കുന്ന ആളുകളാണ്. ഇനി ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ബൂത്തിൽ ചെല്ലുമ്പോൾ പാർട്ടി ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അതിൽ കുത്തുന്ന ആളുകളാണ്. ഇനി എത്ര വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ ഇദ്ദേഹത്തിനോടൊപ്പം ചേരുമ്പോൾ പാർട്ടി ഭയക്കണം. ഇത് പയ്യന്നൂരെ പാർട്ടി ഭയന്നിട്ടുണ്ട്. ഇതിനു മുമ്പിട്ട് നമുക്കറിയാം, ഗോവിന്ദൻ മാസ്റ്റർ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. അദ്ദേഹത്തിന് ഇവനൊക്കെ ആരടാ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് മാത്രമല്ല, ധനരാജ് ഫണ്ട് തട്ടിപ്പുമായിട്ട് ധനരാജിന്റെ ഭാര്യയെ തന്നെ കൊണ്ടുവന്നു പരിപാടിക്ക്. ധനരാജിന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട്, ധനരാജിന്റെ ഭാര്യ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നിട്ട് ചോദ്യം ചോദിക്കാൻ ഇവൻ ആരാ എന്ന് പറയുന്ന രീതിയിലേക്ക് അത് പോയി. അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചു.
ആ വെല്ലുവിളി അവിടുത്തെ ജനങ്ങൾ കേട്ടു എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടേക്ക് ഒഴുകി വന്നിട്ടുള്ള ജനസാഗരം. നമ്മളത് എടുത്തു നോക്കും, മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. എല്ലാ വാർത്താ ചാനലുകാരും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ്? കൊല്ലത്തും കായംകുളത്തും നിന്നും പയ്യന്നൂരും കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ആ ജനാവലി തേടി വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്കും പോയിട്ടില്ല. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ചേർത്ത് നിർത്തിയിട്ടുള്ള ആളുകൾ, ഇന്നത്തെ കമ്മ്യൂണിസത്തെ പറ്റി വിമർശിക്കുന്ന ആളുകൾ, അവരാണ് കൂടെയുള്ളത്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിനെ ഇപ്പോ പാർട്ടി തകർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി തീർക്കും. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം അങ്ങനെയാണ്. ടാർഗറ്റ് ചെയ്ത് തീർക്കണം എന്ന് കരുതിയാൽ പാർട്ടി തീർക്കും. കുഞ്ഞികൃഷ്ണനെ പാർട്ടി തീർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പാർട്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തിരിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണ്. ഒന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഒരു ഭയം ഇത്തരത്തിലുള്ളൊരു പരിപാടി. ഇനി ഇതിലും വലിയ ജനാവലി വന്നു കഴിഞ്ഞാൽ, പയ്യന്നൂർ കൈവിട്ടു എന്ന് പാർട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ 51 വെട്ടിന് പകരം അതിൽ കൂടുതൽ വെട്ടുവെട്ടി കൊല്ലാനുള്ള പ്ലാനുമായിട്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത്. നമ്മൾ ഹർഷ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോ വീടിന്റെ ഫ്രണ്ടില് പടക്കമാണ് പൊട്ടിച്ചത്, ചിലപ്പോൾ നാളെ ബോംബായിരിക്കാൻ വീഴുന്നത്. അങ്ങനെ ഭയന്ന് ജീവിക്കുന്നതിലും ഭേദം വിമർശിച്ച് തന്നെ ജീവിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. പലപ്പോഴും ഇതിലേക്ക് വലിയ വലിയ ആളുകളൊന്നും വരാതെ, അത് എല്ലാം പാർട്ടി ഗ്രാമത്തിലുള്ള ആളുകളാണ്. പാർട്ടിയാണ് അവിടെ അടിമുടി. നമുക്കറിയാം, പാർട്ടിക്ക് പോലീസുണ്ട്, പാർട്ടിക്ക് കോടതിയുണ്ട്, പാർട്ടിക്ക് ഭരണ സംവിധാനങ്ങളുണ്ട്, എല്ലാം പാർട്ടിയാണ്. പാർട്ടി ജനങ്ങൾ, പാർട്ടിയുടെ കാവൽക്കാർ, അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് വരാത്തത് എന്ന്, അതായത് ചോദ്യം ചോദിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, ചോദ്യം ചോദിച്ചു പോയി കഴിഞ്ഞാൽ വെല്ലുവിളികളായിരിക്കും, പിന്നെ ഒറ്റപ്പെടുത്തലായിരിക്കും. കുടിക്കുന്ന വെള്ളത്തിൽ, അതായത് കിണറ്റിൽ കൊണ്ടുവന്ന് പട്ടിയെ കൊന്നിടുക, മലമൂത്ര വിസർജനം കൊണ്ടിടുക, അങ്ങനെ തല്ലി കുടിവെള്ളം മുട്ടിക്കും, വഴി അടച്ചിടും, പിന്നെ പോകുന്ന വഴിക്ക് ആരെങ്കിലും ജനലിന്റെ ചില്ല് എറിഞ്ഞുടച്ചിട്ട് പോകും, കഥവിന് ചിലപ്പോൾ തീ ഇട്ടിട്ട് പോകും. അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടെ കൂടെ വരുമ്പോൾ എന്തിനാണ് പൊല്ലാപ്പെടുത്ത് വെക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് പല ആളുകളും ഈ വിഷയങ്ങളിലേക്കൊന്നും പോകാത്തത്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ തന്നെ പകുതി പേരും വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, പോയി കഴിഞ്ഞു എന്ന് പാർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന ആളുകളെ ഒറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് ഇതിനെ എല്ലാം തരണം ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കുന്നത്. നാളെ പാർട്ടി തങ്ങളെയും ഒറ്റപ്പെടുത്താം, പാർട്ടി തങ്ങളോട് ഇത് ചെയ്യാമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. TP ചന്ദ്രശേഖരനെ പോലുള്ളൊരു നേതാവിനെ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചതിന്, പാർട്ടിയെ തിരുത്തണമെന്ന് പറഞ്ഞതിന്, പാർട്ടിയെ തിരുത്തിയതിന്, ഒഞ്ചിയം പോലൊരു പഞ്ചായത്ത് പാർട്ടിയിൽ നിന്നും തിരിച്ചെടുത്തതിന്, അവിടെ കൂടുതൽ സഖാക്കളെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള കൂടുതൽ ആളുകളെ, കമ്മ്യൂണിസ്റ്റ് മൂല്യം കൂടുതൽ കൊണ്ടു നടക്കുന്ന ആളുകളെ ആ മൂല്യത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നതിന്, അതിന് അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷയായിരുന്നു 51 വെട്ടും മരണവും. അത് ഇന്നും ആ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല, കേരള ജനത മറന്നിട്ടില്ല. അപ്പോൾ കുഞ്ഞികൃഷ്ണനും ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും.